ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ ദീൻ നിലനിന്ന് നിൽക്കാൻ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കാരണക്കാരാണ് മുൻഗാമികളായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ. അവരുടെ കഷ്ടപ്പാടും അവരുടെ അധ്വാനവും അവരുടെ ജീവിതവും ഒരിക്കലും തിരസ്കരിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് തികഞ്ഞ ഒരു മുഅ്മിനായിട്ട് മരിക്കാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടും കഴിയില്ല. അത് വസ്തുനിഷ്ഠമായിട്ട് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നോക്കിയ സൂറത്ത് ജാസിയ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നതായിട്ട് കാണാം. അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സവാഅൻ മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. വളരെ പ്രസിദ്ധമായൊരായത്താണ്, പ്രസക്തമായൊരായത്താണ്. അം ഹസിബല്ലദീന ജ്തറഹുസ് സയ്യിആത്. നിങ്ങൾ വിചാരിക്കുകയാണോ ഈ മോശമായ ആളുകളെ പറ്റിയിട്ട്, മോശം ചെയ്ത് തിന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ധരിക്കുവാണോ? അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സവാഅൻ. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ പോലെയാണ് ഈ മോശം കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളും ഒരുപോലെ ആകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, സ്വാലിഹീങ്ങളായ നല്ല ആളുകളും ഇപ്പുറത്ത് കള്ളും കഞ്ചാവും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന ആളുകളും ഒരേ കോണിലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അം ഹസിബല്ലദീൻ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയാണോ? അള്ളാഹ് ചോദിക്കുകയാണ്. അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ വളരെ മോശമാണ് ആ ചിന്ത. സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരും തിന്മകൾ ചെയ്ത് ജീവിക്കുന്നവരും അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ചോൻ കരുണയുള്ളവനല്ലേ, എല്ലാരെയും കേട്ട് ഒരുപോലെ നിർത്തും എന്നുള്ള നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അള്ളാഹ് പറയണേ, അപ്പൊ ജീവിച്ചിരിക്കുന്ന നമുക്കും മരണപ്പെട്ടു പോയവർക്കും കാഫിര്യങ്ങൾ ചത്തുപോകുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം. കാഫിര്യങ്ങളായ ആളുകൾ ഖബറിൽ ചെന്ന് കിടക്കുന്നത് പോലെയല്ല നമ്മൾ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങൾ ഖബറിൽ ചെന്ന് കിടക്കുക. വ്യത്യാസമുണ്ട്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ വൽ മഅന ഇൻകാറു അൻ യസ്തവിൽ മുസീഊന വൽ മുഹ്സിനൂൻ മഹ്യാ വ അൻ യസ്തൗ മമാതാ. ഇവിടെ തെറ്റ് ചെയ്യുന്നവരും നല്ലത് ചെയ്യുന്നവരുടെ ജീവിതവും മരണവും ഒരുപോലെയല്ല ഇൻകാർ ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഈ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഇവിടെ ഇറക്കിയത്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പദവികൾ അള്ളാഹു കൊടുക്കും. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നാടൻ ചിന്തയിൽ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒറ്റ ഭാഷ പറഞ്ഞു തന്നാൽ, നമ്മളെ ഈ പള്ളിക്കാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇസ്റ്റുമുടിക്കൽ പള്ളിയുടെ കന്ന് 218 കബർ, നമ്പർ കുത്തിയപ്പോഴാണ് എനിക്ക് കബറിൽ നിന്നും കിട്ടിയത്. 218 കബറുണ്ട് നമ്മളെ മഹലിൽ. 218 പേരുടെ മരണപ്പെട്ട് കിടക്കാണ്. 219 ആരാണ്, 220 ആരാണ്? നമ്മൾ ഓരോരുത്തർക്കും ആയിരിക്കും അല്ലേ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ അവിടെ ചെന്നിട്ട് അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു പച്ച ബോർഡ്. എന്തിനാ ബോർഡ് വെച്ചത്? ജമാഅത്തും മറ്റിക്ക് പേരിട്ടാൻ വേണ്ടി വെച്ചതല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറന്നുപോയാൽ അത് ഓർത്തൊന്ന് പറയാൻ വേണ്ടി ചെയ്താണ്. അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഈ ഖബറിൽ കിടക്കുന്ന ആളോട് സലാം പറയണത് ആരാ പഠിപ്പിച്ചത്? പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. എന്തിനാണ് നമ്മൾ സലാം പറയുന്നത്? ഈ സലാം അവർ കേൾക്കൂ? മരിച്ചുപോയ ആൾക്കാർക്ക് എങ്ങനെ സലാം കേൾക്കാൻ പറ്റും? അവ കേട്ടാൽ തന്നെ അവർ മടക്കുവോ? സലാം കേൾക്കുകയും ചെയ്യും, അവർ മടക്കുകയും ചെയ്യും. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇനി അഥവാ സലാം പറയാതെ പോയാലുള്ള അവസ്ഥയോ? നിങ്ങൾ ആ പള്ളിക്കാട്ടിലൂടെ വണ്ടി എടുത്ത് ഇങ്ങനെ, ഇപ്പൊ വഴിയുണ്ടല്ലോ, അങ്ങനെ അങ്ങ് സഞ്ചരിച്ചു പോയി, സലാം പറഞ്ഞില്ല. നിങ്ങളെ വാപ്പായും ഉമ്മ ഖബറിൽ കിടക്കുകയാണ്, അവര് ചിന്തിക്കുമെന്നാണ്. എന്നാലും എന്റെ പുള്ള എന്നോടൊരു സലാം പറഞ്ഞില്ലല്ലോ എന്ന് ഖബറിൽ കിടക്കുന്നവൻ ചിന്തിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഖബറിൽ കിടക്കുന്ന ആളെ കേൾക്കും, വ്യത്യസ്ത രീതിയിൽ കേൾക്കും. സാധാരണ മുഅ്മിനീങ്ങൾ കേൾക്കുമെങ്കിൽ അതിനേക്കാൾ ഉയർന്ന പദവിയുള്ളവർ കുറച്ചുകൂടി കൂടുതൽ അറിയും, കൂടുതൽ മനസ്സിലാക്കും, കൂടുതൽ ചിന്തിക്കും. ഇവിടെയാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ
സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. ഇത് വിശ്വാസപരമായ കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇത് അമലുകളല്ല, നമ്മുടെ കൽവിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. വിശ്വാസം ശരിയാകണം. അതിന് വ്യക്തമായ സ്വഹീഹായ ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറക ഖത്ല ബദ്രി സലാഹം, യുദ്ധം ചെയ്ത ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്ത് അവസാനിച്ചപ്പോ ശത്രുക്കളെ കൊണ്ട് കിണറ്റിൽ കൊണ്ട് തള്ളുന്ന രംഗമുണ്ട്. അവസാനം സുമ്മ അത്താഹും ഫഖാമ അലൈഹിം ഫനാദാഹും. ഇത് പരിശുദ്ധ റസൂലാണ് നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹിന്റെ സ്വഹീഹായ ഹദീസാണ്. ബദൽ അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയും വലീദിനെയും കൊന്നൊടുക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ നേരെ അവരുടെ ശവശരീരങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ അബാ ജഹൽ ഇബ്നു ഹിശാം, യാ ഉമയ്യത്ത് ഇബ്നു ഖലഫ്, യാ ഉത്ബത്ത് ഇബ്നു റബീഅ, യാ ശൈബത്ത് ഇബ്നു റബീഅ. ഓരോരുത്തരുടെ പേരിൽ റസൂലുള്ള വിളിക്കുകയാണ്. യാ അബാ ജഹൽ, യാ ഉത്ബ, യാ ശൈബ. അങ്ങനെ വിളിച്ചുകൊണ്ട് റസൂലുള്ള അവരോട് ചത്ത് കിടക്കുന്ന ആളുകളോടാണ് സംസാരിക്കുന്നത്. മാ വഅദ റബ്ബുകും ഹഖ്ഖാ ഖദ് വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. എടങ്ങാതി, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് അബൂജഹലിനോടാണ് ചോദിക്കുന്നത്, ഉത്ബത്തിനോടാണ് ചോദിക്കുന്നത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഫഇന്നി ഖദ് വജദ്തു മാ വഅദനി റബ്ബി ഹഖ്ഖാ. എന്റെ റബ്ബ് എനിക്ക് ഹക്കായിട്ടുള്ള കാര്യമൊക്കെ എനിക്ക് തന്ന്. കാരണം ബദർ യുദ്ധത്തിൽ നബിയെ നിങ്ങൾ വിജയിക്കുമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. എടങ്ങ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? ഈ സമയത്താണ് ഏത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ മടിയില്ലാത്ത സാക്ഷാൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുന്നുണ്ട്. ഫസമിഅ ഉമർ ഇത് കേട്ടു. ഖൗലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്ക് കേട്ടിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ റസൂലരേ, കൈഫ യസ്മഉ വഅന്നാ യുജീബു വഖദ് ജയ്യഫു. എങ്ങനെയാണ് നബിയെ ചത്ത് കിടക്കുന്നവന്മാർ, നബിയെ വെട്ടേറ്റ് പിടഞ്ഞു പോയവന്മാർ, നിങ്ങളുടെ സംസാരം എങ്ങനെയാണ് നബിയെ കേൾക്കുന്നത്? യുമാര് ചത്ത് മറന്നില്ലേ, ജീർണിച്ചു പോയില്ലേ? ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒക്കെ പറഞ്ഞേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി കേട്ടോ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം ഉമറേ. എന്റെ ആത്മാവ് ഏതൊരു ഇലാഹായ റബ്ബിന്റെ കയ്യിലാണോ ആ അല്ലാഹു തന്നെ സത്യം ഉമറേ. സത്യപ്പെടുത്തി പറയാണ്. ഉമറിന്റെ ആ വിശ്വാസത്തിന്റെ ആ കേടിനെ അല്ലാഹുവിന്റെ റസൂൽ മാറ്റിക്കളയാണ്. സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, മാ അന്തും ബി അസ്മാ, ഉമറേ നീ കേൾക്കുന്നത് പോലെയല്ല, നിന്നെക്കാൾ ഇവർക്ക് വ്യക്തമായിട്ട് കേൾക്കാം. ലിമാ അഖൂലു മിൻഹും, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കുന്നതിനേക്കാൾ ഈ ചത്ത് കിടക്കുന്ന ശവങ്ങൾ കേൾക്കുന്നുണ്ട്, ഈ അബൂജഹൽ കേൾക്കുന്നുണ്ട്, ഈ ഉത്ബത്ത് കേൾക്കുന്നുണ്ട്. പരിശുദ്ധ റസൂൽ ഒന്നുകൂടി പറഞ്ഞു, വലാകിന്നഹും ലാ യഖ്ദിറൂൻ അൻ യുജീബൂ, അതിന് മറുപടി തരാൻ അവർക്ക് കഴിയില്ല ഉമറേ. ഞാൻ സംസാരിച്ച റിട്ടേൺ മറുപടി തരാൻ അവരുടെ ജസദിന് കഴിയില്ല. അത്രയേ ഉള്ളൂ, അവർ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ആളുകൾ മരണപ്പെട്ട് കിടക്കുമ്പോഴും ദുനിയാവിലുള്ള നമ്മുടെ സംസാരങ്ങൾ അവർ വ്യക്തമായിട്ട് കേൾക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. അതുകൊണ്ട് പള്ളിക്കാട്ടിൽ പോയിട്ട് സലാം പറഞ്ഞാൽ നിങ്ങളെ വാപ്പമാരും നിങ്ങളെ ഉമ്മമാരും നിങ്ങളുടെ സലാം വ്യക്തമായിട്ട് കേൾക്കും, അതിന് കൃത്യമായിട്ട് മറുപടി പറയും. അതുകൊണ്ടാണ് നമ്മൾ മക്കാമുകളിലും ഔലിയാക്കന്മാരുടെ മക്കാമുകളിലൊക്കെ പോകുമ്പോൾ ഒരു സലാം പറയൽ സുന്നത്തായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മാടവൻ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ അടുത്തും അബ്ദുർ റസാഖ് വലിയുല്ലാഹി തങ്ങൾക്കും സലാം പറയുമ്പോ അവരത് മടക്കും. എന്തുകൊണ്ട്? നമ്മളെ വാപ്പമാരെയും ഉമ്മമാരെയും കെട്ടി എന്തായാലും ശ്രേഷ്ഠതയും മഹത്വവും കൊടുത്ത ആളുകളാണല്ലോ അവര്. അപ്പൊ അതുവഴി ഒരു സലാം പറയണം.
നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചില പണ്ഡിതന്മാർ, മാസിരി തങ്ങളെ പോലത്തെ വലിയ മഹാന്മാർ, അവരിതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇത് ബദർ യുദ്ധത്തിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ട കാര്യമാണ്, ഇത് റസൂലുള്ള പറഞ്ഞുകൊണ്ട് കേട്ടതാണ്, അത് റസൂലുള്ളാന്റെ മുഅ്ജിസത്താണ്, അത് റസൂലുള്ള ബദറിൽ വിളിച്ചത് കൊണ്ട് മാത്രം അവർ കേട്ടതാണ്, അതുകൊണ്ട് റസൂലുള്ള അങ്ങനെ പറഞ്ഞതാണ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞപ്പോൾ, ആ പണ്ഡിതനേക്കാൾ കേമരായ മഹാനരായ വലിയ പണ്ഡിതരും വലിയ സൂഫിയും വലിയ കിതാബിന്റെ രചയിതാവുമായ ഖാളി ഇയാദ് റഹിമഹുല്ലാഹ് അവര് പറഞ്ഞു, അല്ല, എല്ലാ മയ്യത്തുകളും കേൾക്കും. കാല യുഹ്മലു സമാഉഹും അലാ മാ യുഹ്മലു അലാ സമാഅൽ മൗതാ ഫി അഹാദീസി അദാബിൽ ഖബ്രി വ ഫിത്നതിഹി. ഒരു മയ്യത്ത് ഖബറിൽ ചെല്ലുമ്പോ അവൻ അനുഭവിക്കുന്ന വേദനകൾ, അവന്റെ ഫിത്നകൾ, അവന്റെ ഫസാദുകൾ അവൻ അനുഭവിക്കുന്നത് പോലെ ദുനിയാവിൽ നമ്മുടെ സംസാരങ്ങളും ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ അറിയുന്നതാണ്. മാത്രമല്ല യഅഖിലൂന ബിഹി വയസ്മഊന ഫിൽ വഖ്തിൽ ലദീ യുരീദല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച ഒരു സമയത്ത് ആ കാര്യങ്ങൾ അവൻ കേൾക്കുകയും അവനത് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവൻ പേരും പറയുന്നു, അങ്ങനെ സാധാരണക്കാരനായ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്റെയും നിങ്ങളെയും ഉപ്പാനെയും ഉമ്മാനെയും പോലെ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയുന്നത് ഉപ്പാക്കും ഉമ്മാക്കും മാത്രമല്ലല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരോടും ഒരു സലാം പറയുന്ന രംഗമാണ്. അസ്സലാമു അലൈക യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ. ഖബറാളികളായ അഹ്ലുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. എന്നിട്ടൊരു കാര്യവും കൂടി പറയും നമ്മൾ, വ ഇന്നാ ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഒന്ന് ഉദ്ദേശിച്ചാൽ ബികും ലാഹിഖൂൻ, നിങ്ങളിലേക്ക് ഞങ്ങളും ഇതാ വന്നു ചേരുന്നവരാണ്. 218 ഖബറേ വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ പള്ളിക്കാട്ടിന്റെ ഉള്ളിലുള്ളെങ്കിൽ 219 ഞാനാവാം, എന്റെ മകനാവാം, എന്റെ ഭാര്യയാകാം, എന്റെ കൂടപ്പിറപ്പാവാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മരണപ്പെട്ടവരെ മറന്നു പോകരുത്. മരണപ്പെട്ടു പോയ വാപ്പാനെ ഉമ്മാനെ ഒരിക്കലും മറക്കരുത്. കുടുംബക്കാരെയും അഹലുകാരെയും ഒരിക്കലും മറക്കരുത്. അതിനേക്കാൾ ഗൗരവത്തോടു കൂടി ഒന്നുകൂടി ഞാൻ പറയട്ടെ, മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരെ മറക്കരുത്. അതിനെ കൂടി ഗൗരവമായിട്ട് ഒന്നുകൂടി പറയട്ടെ, മരണപ്പെട്ടു പോയ ഔലിയാക്കന്മാരെ മറക്കരുത്. അതിനെ കൂടി ഒന്നുകൂടി പറയട്ടെ, ഈ ദീൻ ഈ മണ്ണിൽ നിലനിൽക്കാൻ കാരണക്കാരായ ആരൊക്കെ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ടോ? ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ തങ്ങള്, ആ ശാഫിഈ തങ്ങളെ പിൻപറ്റി ഇമാം നവവി തങ്ങള്, നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച് എന്ന മഹാനരായ ഇമാമുന ബുഖാരി തങ്ങള്, മുസ്ലിം തങ്ങൾ, അങ്ങനെ മഹാരഥന്മാരുടെ പേരെണ്ണിയ ഒരു വെള്ളിയാഴ്ച പോരല്ലോ. അങ്ങനെ വന്നാൽ അവരുടെ മുമ്പിൽ പോയ താബിഈങ്ങള്, അതിനു മുമ്പുള്ള താബിഈങ്ങള്, അതിനു മുമ്പുള്ള സ്വഹാബാക്കള്, അതിനു മുമ്പ് വന്ന അമ്പിയാക്കന്മാര് മുഴുവൻ പേരും ഞാനും നിങ്ങളും കുതിക്കുന്ന പരിശുദ്ധ റസൂൽ, അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എന്നെയും നിങ്ങളെയും പടയ്ക്കാൻ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അവിടെ പോയൊരു സലാം പറയാൻ കൊതിയില്ലാത്ത ആരാണ്? അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇത് വിശ്വാസത്തിന്റെ ഉള്ളിൽ ഉദിക്കേണ്ട കാര്യമാണ്, വിശ്വസിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പരിശുദ്ധ റാത്തീബുകളിലും കുത്തുബിയത്തുകളിലും, നമ്മൾ റാത്തീബുകളിലൊക്കെ നാം വിളിക്കുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പേരുകൾ അവർ കേൾക്കുന്നുണ്ട്, അതവരറിയുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കത് വ്യക്തമാണ്. മഹാന്മാരായ ആ ഔലിയാക്കന്മാരുടെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് പറഞ്ഞു. നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുന്നവരല്ലേ? സൂറത്ത് യാസീൻ ഒരു കഥയുണ്ട്. മഹാനരായ ഒരു വലിയ മഹാവ്യക്തിത്വത്തിന്റെ കഥ പറയുന്നുണ്ട്. എന്താണ്? قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഞാൻ ഈ പറയുന്നത് ആധികാരിക ഗ്രന്ഥങ്ങളാണ്, വിശുദ്ധമായ ഖുർആനാണ്, എല്ലാവർക്കും അറിയുന്ന സൂറത്ത് യാസീനാണ്. ഈ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമോ? സ്വർഗത്ത് പ്രവേശിപ്പിക്കപ്പെടാൻ ഇങ്ങനെ പറയപ്പെട്ടപ്പോ
ആ വ്യക്തി പറഞ്ഞത് എന്തെന്നറിയോ? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഈ ആയത്ത് പറയുന്നത് ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മഹാപണ്ഡിതരും മഹാശ്രേഷ്ഠരുമായ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഷഹീദായ ഒരു മനുഷ്യനെ പറ്റിയാണ് അള്ളാഹ് പറയുന്നത്. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആൾ സൂറത്ത് യാസീൻ ഇങ്ങനെ പാടി പറയും, ഓതിയിട്ട് അതിന്റെ ചരിത്രം പറയുമ്പോഴാണ് സഹോദരിമാർക്ക് അതിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണുങ്ങൾക്കും സുബഹിക്ക് ശേഷം അതിന്റെ സംഭവം പഠിപ്പിച്ചു തുടങ്ങണം. കാരണം അത് അറിയണം. യാസീൻ മരണ വീട്ടിൽ പോയി യാസീൻ ഓതി അടുത്ത് നിന്ന് കേട്ട ഒരൊറ്റ ഇടി കൊടുക്കാൻ തോന്നും. കാരണം എന്താ ഓതുന്നെന്ന് ഓതുന്നവനും അറിഞ്ഞുകൂടാ, അത് കേൾക്കുന്നവനും അറിഞ്ഞുകൂടാ, അതിന്റെ അർത്ഥം അറിയാം. യാസീൻ വൽ ഖുർആനിലൊക്കെ ഇന്ന കലമിന് മുർസലിൻ ഇങ്ങനെ വിടലാണ്. അതിന്റെ മഖ്റജും അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞു ഓതണം സഹോദരങ്ങളെ. പഠിക്കുന്ന വയസ്സൊക്കെ ആയില്ലേ, അതൊക്കെ ഒന്ന് പഠിക്കണം. അവസരം കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം, എങ്ങനെയാണ് ഉസ്താദെ ഓതേണ്ടത്? ഖുൽ ഹുവല്ലാഹു ഓതുന്ന അടുത്ത് നിങ്ങൾ കേട്ടു. ഞാൻ കുറ്റപ്പെടുത്തി പറയാനില്ല, നമ്മുടെ ഒരുപാട് ആളുകൾക്ക് എല്ലാം അറിയാം, മുസ്തലയൊക്കെ അറിയാം. ആ ഉസ്താദിനെക്കാട്ടി ടോപ്പാണെന്ന് ഞാൻ ചിന്തിക്കുന്നവന്മാര് നല്ലവണ്ണം ഫാത്തിഹായും ഖുൽ ഹുവല്ലാഹു ഓതെങ്കിൽ എത്ര നല്ലായിരുന്നു. കുല്ല റബ്ബിന്നാസ് വലിക്കുന്നാസ് ഇലാഹിന്നാസ് മിശൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസൊക്കെ ഹന്നാസ് എന്നാ പോകുന്നത്. കുറ്റപ്പെടുത്തി പറയാനായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഗൗരവമാണ്. ഈ ഖുർആന്റെ ഒരു അക്ഷരം പോലും നിങ്ങൾ ഉടനെ ഖബറിൽ പോയി എത്തൂല. എത്രയോ ഖുർആൻ ഓതുന്ന ആളുകൾ അവർ ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരറിയുന്നില്ല അവരെന്താണോ അള്ളാന്റെ കലാമാണെന്നുള്ള ബോധം പോലും ഇല്ല. യാസീൻ ഒന്നും മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരിക്കും, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യും. യാസീൻ എന്തിനാണ് ഇങ്ങനെ? ഓതിയില്ലെങ്കിൽ ഓതിയില്ല അങ്ങനല്ലേ ഉള്ളൂ. അത് ഓതുമ്പോ അതിന്റെ അർത്ഥം അറിയണം. നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ചും ചിന്തിക്ക്. ഹബീബുൻ നജ്ജാറിനെ ഇടിച്ചു കൊല്ലപ്പെട്ടപ്പോ അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ വയറിന്റെ കത്ത് ചവിട്ടിയിട്ട് തേച്ച് ചവിട്ടി കൊന്നപ്പോ ഹബീബുൻ നജ്ജാർ മരണപ്പെട്ടു പോയി, ഷഹീദായി. ആ സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂലിനോടാണ് പറയുന്നത്, ഇത് ബാലരമയിലെ കഥയല്ല, ഇത് കളിക്കൊടുക്കയിലെ കഥയല്ല, സിനിമ കഥയല്ല, സീരിയൽ കഥയല്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, പോരാ മുഹമ്മദ് മുസ്തഫ, ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആന്റെ നാം നിത്യമോന്ന സൂറത്തു യാസീനാണ്. ഹബീബുൻ നജ്ജാറെ സ്വർഗത്തോട്ട് കടന്നുപോയിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോ ഹബീബുൻ നജ്ജാർ പറഞ്ഞു, നബിയേ യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനത ഇതൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ റബ്ബെന്നോട് പറഞ്ഞത് എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. എന്നെ പറയുന്നു, ബിമാ ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബെനിക്ക് പാപങ്ങൾ പുറത്തു നിന്ന കാര്യം ഈ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, വജഅലനീ മിനൽ മുക്രമീൻ, എനിക്ക് ഉന്നതമായ മാന്യമായ സ്ഥാനം എനിക്കെന്റെ റബ്ബ് തന്ന കാര്യം എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഹബീബുൻ നജ്ജാർ പറഞ്ഞതായിട്ട് അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മരിച്ചുപോയ ആള്, എങ്ങനെ മരണപ്പെട്ടു പോയ ആള് അള്ളാന്റെ ദീനിൽ അള്ളാഹു ഉണ്ടെന്നൊരു സമുദായത്തെ മൊത്തം പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ ഹബീബുൻ നജ്ജാറിനെ കിടത്തിയിട്ട് വയറ്റത്ത് ചവിട്ടിയിട്ട് നെഞ്ചത്ത് ഇടിച്ചും കൂട്ടിപ്പിടിച്ചു കൊന്നുകളഞ്ഞ ആളുകൾ, അവരെ പറ്റിയിട്ട് ഹബീബുൻ നജ്ജാർ വഫാത്തായതിനു ശേഷം അള്ളാഹു എല്ലാം പുറത്തു കൊടുത്ത് സ്വർഗത്ത് കയറ്റി വിട്ടപ്പോ ഹബീബുൻ നജ്ജാർ ചിന്തിക്കുകയാണ്, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ. എന്റെ പൊന്നു ഹബീബിങ്ങളെ, ഇതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമുക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മുഴുവൻ ഔലിയാക്കന്മാരും സൂഫിയാക്കളും സ്വാലിഹീങ്ങളും എന്തിന് എന്നെ നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദന്മാര് വരെ കബറി കിടന്നിട്ട് ആഗ്രഹിക്കുന്നത് നമ്മളൊന്ന് നന്നായെങ്കിൽ എന്നാണ്, നമ്മളൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നാണ്. ഈ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന എന്റെ മക്കളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എന്റെ കുടുംബം എന്നറിഞ്ഞിരുന്നെങ്കിൽ അവർ നന്നായി പോയാനെ. ഹബീബുൻ നജ്ജാർ പറയാണ്, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, ഞാൻ ഈ ഇബാറത്ത് വായിക്കുന്നത് എന്തെന്നറിയോ? ഞാൻ വെറുതെ മലയാളം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണയ്ക്ക് ഒരു ലൂപ്പ് പോലും കൊടുക്കാതെ വിശുദ്ധമായ ഖുർആനും അതിന്റെ തഫ്സീറും ആധികാരിക ഗ്രന്ഥങ്ങൾ രേഖാമൂലമാണ് പറയുന്നത്. മലയാള പുസ്തകം വായിച്ചു പറയല്ല, ഗൗരവത്തോട് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ട മനുഷ്യരെ. ഹസൻ ബസ്രി തങ്ങൾ പറയാ, ലമ്മാ അറാദൽ ഖൗമു അൻ യഖ്തുലൂ, ആ ജനത ഈ ഹബീബുൻ നജ്ജാറിനെ കൊല്ലാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചപ്പോ അള്ളാഹു കൊണ്ടുപോയി, അവന്റെ റഹ്മത്തിലേക്ക് കൊണ്ടുപോയി. ഈസാ നബിയെ കൊണ്ടുപോയ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാ നിങ്ങൾ കേട്ടോ, ഫഹുവ ഫിൽ ജന്ന,
സ്വർഗത്തോട്ടാണ് കൊണ്ടുപോയത്. ഫലമ്മാ ദഖലൽ ജന്ന, ഹബീബുൻ നജ്ജാർ സ്വർഗത്തിലോട്ട് കടന്നു ചെന്നപ്പോ വറആ നിഅമഹാ, അതിന്റെ അനുഗ്രഹങ്ങളും ആഡംബരങ്ങളും അനുഭൂതികളും ഹബീബുൻ നജ്ജാർ കണ്ടപ്പോ വമാ അഅദ്ദല്ലാഹു ലി അഹ്ലിൽ ഈമാൻ, ഈമാന്റെ അഹ്ലുകാരായ ആളുകൾക്ക്, സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ആഡംബരങ്ങൾ കണ്ടപ്പോ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളല്ല, ദുനിയാവിന്റെ പളപളപ്പല്ല, ദുനിയാവിന്റെ ആർഭാടങ്ങളല്ല, ദുനിയാവിന്റെ വീടിന്റെ കഥയല്ല, ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന കാറുകളുടെയോ പണത്തിന്റെയോ അധികാരത്തിന്റെയോ കഥയല്ല, ആഖിറത്തിൽ അല്ലാഹു കൊടുത്ത ആഡംബരപൂർവമായ സ്വർഗതുല്യമായ അനുഭൂതികൾ കണ്ടപ്പോ ഹബീബുൻ നജ്ജാർ പറഞ്ഞു പോയതാ, യാ ലൈത ഖൗമീ യഅലമൂൻ, എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു, അവർക്ക് ഞാൻ എങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുമെന്ന്. ഇതെന്താ സൂറത്ത് യാസീൻ അല്ലാഹ് പറയാനുള്ള കാരണം? തിരിച്ചറിവുള്ള ഞാനും നിങ്ങളെ മനസ്സിലാക്കുക, തിരിച്ചറിവുള്ള ഞാനും നിങ്ങൾ വിശ്വാസപരമായ കാര്യത്തിൽ ഒരു തരത്തിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്, ഒരു സംശയവും ഉണ്ടാകരുത്. നമ്മൾ വിശ്വസിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്റെ മഹലിലെ എന്റെ പ്രിയപ്പെട്ട ആളുകൾ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ പോലും ഒരു രീതിയിലുമുള്ള വിശ്വാസത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച അരുത്. ഇവിടെ പോയാൽ അത് സംഭവിക്കുമോ, ഇവിടെ പോയാൽ എങ്ങനെ പറ്റുമോ, ഒന്നും പറ്റൂല. നമ്മുടെ വിശ്വാസം ശരിയാണ്. ഇലാഹായ റബ്ബ് എന്റെ അള്ളാഹു ആണെന്നും അതിന് തുല്യനായിട്ട് വേറെ ഒരു ഇലാഹ് എനിക്കില്ല, എന്റെ റബ്ബാണ് എന്റെ അള്ളാഹ്, അതാണ് തൗഹീദ്. ആ വിശ്വാസം ഉള്ളതോട് കൂടിയിട്ട് ഇതെന്റെ നബിയാണ്, എന്റെ റസൂലാണ്, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അവൻ മുശ്രിക്കായി പോവില്ല. എന്റെ ഹബീബിനെയല്ലേ ഞാൻ വിളിക്കുന്നത്, എന്റെ ഉപ്പാന്ന് ഞാൻ വിളിക്കൂലേ, എന്റെ ഉമ്മാന്ന് ഞാൻ വിളിക്കൂലേ, അതിനേക്കാൾ പ്രിയത്തോടു കൂടി എന്റെ റസൂലുള്ളാഹ് എന്ന് വിളിച്ചാൽ എന്റെ ഹബീബ് എന്ന നിലയ്ക്ക്, എന്റെ മുത്തുനബി എന്നുള്ള നിലയ്ക്ക്, യാ അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഖൽബിന്റെ ഉള്ളിൽ എന്റെ ഇലാഹ് എന്നുള്ള നിലയ്ക്ക്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം. ഇതിലൊരു വിള്ളലുമില്ല, ഒരു പോറലുമില്ല. അതുകൊണ്ട് വഴിക്കൂടെ പോകുമ്പം നമ്മൾ കണിയാവൂർ അബ്ദുർ റസാഖ് വലിയുള്ളാഹി തങ്ങളെടുത്ത് യാ വലിയല്ലാഹ്, ഇത് എന്റെ അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാന്റെ അടിമയാണ്, ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് അള്ളാഹുലേക്ക് അടുത്തടുത്തടുത്ത് സാഹിദായി പരിത്യാഗിയായി ദുനിയാവിന്റെ എല്ലാ മോഹങ്ങളും വെടിഞ്ഞ്, ദുനിയാവിന്റെ എല്ലാ സ്വപ്നങ്ങളും വെടിഞ്ഞ് അള്ളാഹു എന്ന ഏക ഇലാഹായ റബ്ബിൽ ചിന്ത കേന്ദ്രീകരിച്ച് ആ റബ്ബായ ചിന്തയല്ലാത്ത എല്ലാ ചിന്തകളും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അള്ളാഹു ഒരു പദവി കൊടുത്ത് വലിയായിട്ട് മാറിയപ്പോൾ അവരിൽ നിന്നും അത്ഭുത പ്രകടനമായ കറാമത്തുകൾ വെളിവായപ്പോൾ ആളുകൾ അംഗീകരിച്ചു. വലിയെന്ന് ചുമ്മാ കെട്ടിപ്പൊക്കിയതല്ലോ, ചുമ്മാ ഉണ്ടാക്കി വെച്ചതല്ലോ. അപ്പൊ അവരംഗീകരിക്കുകയും അവരോടൊരു സലാം പറയുകയും അത് മഹത്വപ്പെട്ട ബറക്കത്തുള്ള സ്ഥലമാണെന്ന് വിശ്വസിക്കുകയും ഈമാന്റെ അടയാളമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. ഇത് വിശ്വസിക്കണം. എവിടെയാണ് നമുക്ക് വിശ്വാസത്തിൽ പിഴവ് വന്നു പോകുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അവരെ ബഹുമാനിക്കണം. എന്തിനു വേണ്ടി? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അതോട് നീണ്ടുപോകുന്നില്ല, ഞാൻ വളരെ ചുരുക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർക്കൊരു ബറക്കത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ബറക്കത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഔലിയാക്കൾ ഉന്നതന്മാരായതുകൊണ്ട്. റിഫായി ശൈഖിന് അല്ലാഹു പവർ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഔലിയാക്കന്മാർ. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അതും ഖുർആൻ പറഞ്ഞല്ലോ, അലാ, അറിയണേ അറിയണേ. എന്തിനാ അലാ എന്നൊക്കെ അല്ലാഹു പറഞ്ഞത്? ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞു. എനിക്ക് അർത്ഥം കംപ്ലീറ്റ് ആണ്, ഒരു ജുംല മുഫീദയാണ്, അതൊരു പരിപൂർണമായ സെന്റൻസ് ആണ്. ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫ്. പണ്ഡിതന്മാരുണ്ടല്ലോ, ഇന്ന ഔലിയ അലാ എന്ന് വിളിച്ചിട്ടുണ്ട്. അശ്രദ്ധമായിരിക്കുന്ന ആളുകൾ അള്ളാഹ് വിളിക്കണം, അലാ, അറിയണേ അറിയണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കാൻ അള്ളാഹ് വിളിക്കുക, അലാ, അറിയണം നിങ്ങൾ. ഇന്ന ഔലിയ അല്ലാഹ്, അള്ളാന്റെ ഔലിയാക്കൾ, വലിയകൾ. എന്താ വലിയ? എന്താ? എടാ, അള്ളാഹുമായിട്ട് അടുപ്പമുള്ളവൻ, അൽ വലിയ അൽ ആരിഫു ബില്ലാഹ്, അള്ളാഹുമായിട്ട് ലയിച്ചു ചേർന്നവൻ. എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടില്ല മനുഷ്യരെ. നമുക്ക് നിസ്കരിക്കുമ്പോ പോലും അള്ളാഹുലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിസ്കാരത്തിലും അല്ലാത്തതിലും എപ്പോഴും റബ്ബുമായിട്ട് കോൺസെൻട്രേഷൻ ആണ്. അവർ ഔലിയാക്കളാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുന്നത്. നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വരും, അവരുമായിട്ടുള്ള സുഹബത്ത് വേണം. അല്ല, നമ്മളെ ഈമാൻ പുതുക്കൂല. നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ടാണത്. സ്വാലിഹ്യങ്ങളുമായിട്ട് നല്ല 5 വഖത്ത് നിസ്കാരമുള്ള ദിക്ർ ചെല്ലുന്ന ഒരു കാരണവർ നിങ്ങളുടെ മഹലിലുണ്ടെങ്കിൽ അയാളുടെ സ്നേഹം ഉണ്ടാവണം. ഒരു കാരണവരുണ്ട്, എപ്പോഴും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, അയാൾക്ക് ഇടയ്ക്ക് ഒരു ഹദിയ കൊടുത്തിട്ട് ദുആ ചെയ്യണോട്ടൊന്ന് പറയണം.
അവൻ നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുമായിട്ട് ബന്ധമുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ അള്ളാഹുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് നിങ്ങൾ മുഴുവനും. എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിങ്ങളോടുണ്ടാവണം, പരസ്പരം ഉണ്ടാവണം, പരസ്പരം ദുആ ചെയ്യാൻ പറയണം. ഇതൊരു വലിയ പുണ്യമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് വലിയുള്ളാ, ഔലിയാഉല്ലാ. ആ ഔലിയാക്കൾ ഉന്നതരാണ്. ആരെന്നറിയോ? മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ ഖാളി മുഹമ്മദാദെന്ന് പേരുള്ളോവർ കോഴിക്കോടത്തൂറ തന്നിൽ പിറന്നോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. 412-416 കൊല്ലങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജീവിച്ച മഹാനാണ് ഖാളി മുഹമ്മദ്. ആ ഖാളി മുഹമ്മദാണ് മുഹിയുദ്ദീൻ മാല എഴുതിയത്. അതിന് മുസ്ലിയാരെ ഖാളി മുഹമ്മദ് ആര് അതറിയില്ല, അതാ പ്രശ്നം. ഏതോ ഒരു കാക്ക എഴുതുന്ന ഖാളി മുഹമ്മദിനെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഖാളി മുഹമ്മദിന്റെ മുഴുവൻ പേര് നിങ്ങൾക്കറിയുമോ? ഖാളി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ബിൻ അഹമ്മദ് ബിൻ അബീബക്കർ ബിൻ ശാലിയാത്തി. മുഹമ്മദ് ബിൻ ഖാളി മുഹമ്മദ് അബ്ദുൽ അസീസ് എന്ന മഹാനരായ പണ്ഡിത സൂഫി വര്യന്റെ മകനാണ്. അവരോ അഹമ്മദിന്റെ മകനാണ്. അഹമ്മദോ അബൂബക്കർ ശാലിയാത്തി എന്ന മകനാണ്. ആരായി അബൂബക്കർ ശാലിയാത്തി? അബൂബക്കർ ശാലിയാത്തി എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ഫിഖ് പഠിപ്പിച്ച, നിസ്കരിക്കണം എങ്ങനെ എന്ന് കേരളക്കാരെ പഠിപ്പിച്ച ആരാണ്? ഖുർആനിൽ നോക്കിയിട്ട് നിസ്കാരത്തിന് 14 ഫർളുണ്ടെന്ന് ഖുർആനിൽ നോക്കിയെടുത്താണ്? അല്ല. ഹദീസിൽ നോക്കിയെടുത്താണ്? അല്ല. നമ്മുടെ ഉസ്താദ്മാരെ പഠിപ്പിച്ച നിസ്കാരത്തിന് 14 ഫർളാണ്. വുളൂന് 6 ഷർത്തുണ്ട്. വുളൂന് ഇത്ര ഫർളും ഷർത്തും സുന്നത്തും ഉണ്ട്. ഇത് പഠിപ്പിച്ചാരാണ്? ഹൈആത്ത് സുന്നത്തുണ്ട്, അബ്ആദ് സുന്നത്തുണ്ട്. ഇത് ഖുർആനിലും ഹദീസിലും കിട്ടിയല്ല. അത് ഇജ്തിഹാദ് ചെയ്ത, അത് ഗവേഷണം ചെയ്ത ഇമാമിങ്ങൾ, ഷാഫി ഇമാമിനെ പോലെയുള്ള, ഹനഫി ഇമാമിനെ പോലെയുള്ള, ഹംബലി ഇമാമിനെ പോലെയുള്ള, മാലിക് ഇമാമിനെ പോലെയുള്ള ഇമാമിങ്ങൾ അവർ ഗവേഷണം ചെയ്തു, ഇജ്തിഹാദ് ചെയ്തു. ആരാ ഗവേഷകർ? ആരാ? അവർ ഖുർആൻ ഹാഫിളുകളാണ്, അവർ ഹദീസ് ഹാഫിളുകളാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ളവരാണ് അവർ. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഹാഫിളായി. നിങ്ങൾ ഒരു ആയത്ത് പഠിക്കാൻ പറ്റുമോ? 40 വയസ്സായിട്ട് അർത്ഥം പഠിക്കാൻ പറ്റുമോ? ഓതം പഠിക്കാൻ പറ്റുമോ? അവ എന്ത് ചെയ്യണം? അവർ പറഞ്ഞത് കേൾക്കണം. നിങ്ങൾ ചിന്തിക്ക്. ആ അബൂബക്കർ ഈ ഖാളി മുഹമ്മദിന്റെ വാപ്പാട ആരെന്നറിയോ? വലിയ സൈനുദ്ദീൻ മഖ്ദൂം. എന്നെയും നിങ്ങളെയും കേരളക്കരയിൽ ഫിഖ് പഠിച്ച മഹാനാണ്. വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നിവരുടെ ഉസ്താദാണ് അബൂബക്കർ ശാലിയാത്തി. വലിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ് ആര്? അബൂബക്കർ ശാലിയാത്തി. വലിയ സൈനുദ്ദീൻ മഖ്ദൂം ആരെന്നറിയോ? ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥമുണ്ട്, കേരളക്കാരനാണ് രചിച്ചത്. ആ ഫത്ഹുൽ മുഈൻ ഓതിയത് കൊണ്ടാണ് ഇന്ന് പള്ളി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, എനിക്ക് മുമ്പേ വന്നുപോയ മഹാപണ്ഡിതന്മാരുണ്ടല്ലോ, നിങ്ങളോട് വഅദ് പറയുന്ന, ദീൻ പറയുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, സുജൂദിൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത്, കാലെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പഠിപ്പിച്ചത് ഈ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. അത് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഈ ഫത്ഹുൽ മുഈൻ രചിച്ചതെങ്കിൽ ആ ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ വല്യുപ്പയായ വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ഈ ഖാളി മുഹമ്മദിന്റെ വല്യുപ്പയായ അബൂബക്കർ ശാലിയാത്തി. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ധാരാളം കിതാബ് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അറബികൾ പോലും ബഹുമാനിച്ചിരുന്ന മനുഷ്യനാണ്. 400 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചിട്ട് മലയാള ഭാഷയുടെ ശുദ്ധി തനതായിട്ട് നിലനിർത്തിയിട്ട് ഇത്ര മലയാള ഭംഗിയിൽ കോർവ എഴുതി ആ മലയാളം ഇന്ന് പഠിക്കുന്നത് ആരെന്നറിയോ? നിരീശ്വരവാദികൾ പഠിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പഠിക്കുന്നുണ്ട്, മലയാള ഭാഷ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഈ മുഹയ്യിദ്ദീൻ മാലയെങ്കിലും ആ മുഹയ്യിദ്ദീൻ മാലയുടെ വരി എഴുതിയപ്പോ മഹാനായ ഖാളി മുഹമ്മദ് എഴുതി, ഇതിൽ വലിയ വിശേഷം പലതുണ്ട്, അറിവില്ല രോഗരെ പൊയ്യെന്ന് ചൊല്ലാതെ, അധികം അറിവാൻ കൊതിയുള്ള ലോകരെ അറിവാക്കന്മാരോട് ചോദിച്ചു കേൾവീൻ. ഈ മുഹയ്യിദ്ദീൻ മാല നിങ്ങൾ ചെല്ലുമ്പോ ഒരുപാട് അസ്വസ്ഥത നിങ്ങൾക്ക് തോന്നും. കോഴിയുടെ മുള്ളോട് കൂവെന്ന് ചൊന്നാരെ കൂവാതെ കൂക്കിപ്പറപ്പിച്ച് ചെന്നോവർ, ഇരുന്ന ഇരിപ്പിന്നെ ആകാശം കണ്ടോവർ, ഏറും മലക്കൂത്തി രാജാളി എന്നോവർ. പറ്റിയിട്ട് എഴുതിയിട്ട് പറയാണ്, ഇത് നിങ്ങൾ വായിക്കണം.
വായിക്കുമ്പോൾ ചിലപ്പോൾ ശിർക്കെന്ന് തോന്നും, ചിലക്ക് ബിദ്അത്തെന്ന് തോന്നും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പൊയ്യെന്ന് ചൊല്ലാതെ പൊയ്യെന്ന് പറയല്ലേ. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം. അധികം അറിയാൻ കൊതിയുള്ള കൂട്ടരെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ അറിവാക്കന്മാരോട് ചോദിച്ച് കേൾവീൻ. അറിവുള്ള ആളുകളോട് ചോദിച്ച് പഠിച്ചിട്ട് നിങ്ങൾ പറ. പഠിക്കാതെ വെറുതെ മാറി നിന്നിട്ട് നിങ്ങൾ പറയരുത്. പഠിക്കണം. മൗലാന മമ്പാട് നജീബ് ഉസ്താദിന്റെ മുഹീദ്ദീൻ മാല എന്നുള്ള ഒരു പ്രസംഗം കൊണ്ട് 16 വർഷം മുമ്പുള്ള, അതിനകത്ത് ഇങ്ങനെ പാടിയിട്ട് ഒരു ഹദീസ് വെച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് അഖീദ ഉറക്കുക. എന്റെ റബ്ബ് അള്ളാഹു ആണ്. ഒരിക്കലും റസൂലുള്ളാഹി എന്ന് വിളിക്കുമ്പോൾ ഇലാഹ എന്നുള്ള ചിന്തയിലല്ല റസൂലുള്ളാഹിനെ വിളിക്കുന്നത്. എന്റെ പ്രവാചകരാണ്, എന്റെ ഹബീബാണ്. ആ വിശ്വാസത്തിൽ വിളിക്കണം നമ്മൾ. വാപ്പാന്ന് വിളിക്കുമ്പോൾ അള്ളാഹ് എന്നുള്ള അർത്ഥത്തിലല്ല വിളിക്കണം. വാപ്പാനെ വിളിക്കണം. വാപ്പ അതിന്റെ കാല് പറഞ്ഞു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു വാപ്പ എന്ന് പറയണത് അള്ളയായിട്ടല്ല പറയണത്, വാപ്പയായിട്ടാ പറയണത്. അവിടെ വിശ്വാസം പിഴയ്ക്കൂല. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിച്ച് ഇഖ്ലാസോടെ ജീവിച്ച് റബ്ബിനെ റബ്ബായി കണ്ട് ഇലാഹായി കണ്ട് അതിനുള്ള അമ്പിയാക്കന്മാരെ അമ്പിയാക്കന്മാരായി കണ്ട് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരായി കണ്ട് സാധുക്കളെ സാധുക്കളായി കണ്ട് വ്യത്യസ്ത കോണുകളിൽ ചിന്തിച്ച് ദീൻ മനസ്സിലാക്കി ഖുർആന്റെ തനതായ ആദർശം കേവലം ഒരു മലയാള ചീറ്റിൽ വായിക്കാതെ അതിന്റെ തഫ്സീറുകൾ അവലംബനങ്ങളോട് പഠിച്ച് ഇമാമിയങ്ങളുടെ കൗലുകൾ ഉദ്ധരിച്ച് അറബി ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച് ദീൻ മനസ്സിലാക്കണം നമ്മൾ. അപ്പോ നമ്മൾ അടിത്തറ തെറ്റൂല, ആഖിബത്ത് മോശമാവൂല. നമ്മളെ ഇമാമിയങ്ങളൊക്കെ മരണപ്പെട്ടതുപോലെ റാഹത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാം. നാഥൻ അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ.